ദേവസ്വം ബോർഡിന്റെ അവഗണനയിൽ നശിക്കുകയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള കൊട്ടാരവും മറ്റ് കെട്ടിടങ്ങളും. ക്ഷേത്രത്തോട് ചേർന്നുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ദിവസം ചെല്ലുന്തോറും ഓരോന്നായി തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് പരാതി നൽകിയിട്ടും യാതൊരുവിധ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഭക്തരുടെ ആരോപണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള കെട്ടിടങ്ങളും കൊട്ടാരവുമാണ് ഓരോ ദിവസവും തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഇരുനില കെട്ടിടങ്ങളിൽ ക്ഷേത്ര ജീവനക്കാരും മറ്റും താമസിച്ചിരുന്നതാണ്. ഈ കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ തകർന്നു വീണു തുടങ്ങിയിട്ട് വർഷങ്ങളായി. കഴിഞ്ഞ 10 വർഷമായി ഈ കെട്ടിടങ്ങളൊന്നും യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല എന്നാണ് ആരോപണം. ഏകദേശം ഒരു 10 കൊല്ലമായിട്ട് തന്നെ ഇത് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നശിച്ച് ഏകദേശം ജീർണിച്ച അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടവും അകത്ത് കയറിയുന്ന നമുക്ക് ഈ വിഷ്വൽസ് ഒന്നും കൃത്യമായിട്ട് കിട്ടത്തില്ല. ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്ന ഏകദേശം ഒരു 85% നിലത്ത് വീണ് നശിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ പല രീതിയിലും ഞങ്ങളൊക്കെ പലരോടും പറഞ്ഞു നോക്കിയെങ്കിലും പലരും നിയമപരമായിട്ടും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരോടൊക്കെ പറഞ്ഞിട്ടും യാതൊരുവിധ ഒരു മാറ്റം എന്നുള്ള നിലയിൽ ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡിന് നല്ല വരുമാനം ലഭിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ. പുരാതനമായ സമ്പത്ത് നശിക്കുന്നത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടും ദേവസ്വം ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഭക്തർ ആരോപിക്കുന്നു. എല്ലാ രീതിയിലും നമ്മൾ ദേവസ്വം ബോർഡിന് കത്തെഴുതിയിട്ടുണ്ട്. ഇവിടെ ഉപദേശക സമിതി അവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. പല മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പല രീതിയിലുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നല്ലാതെ ആർക്കും ഇതിനെപ്പറ്റി ഒരു കൂസലില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം സുരക്ഷിതമാണ്. പക്ഷേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ നശിക്കുന്നത് ദേവസ്വം ബോർഡ് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ഭക്തർക്ക് പരാതിയുണ്ട്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി പുരാതനമായ ഈ കെട്ടിടവും വസ്തുവകകളും സംരക്ഷിച്ചില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഭക്തരുടെ തീരുമാനം. ജനം, ആലപ്പുഴ.